എത്ര നാളെ നിന്നെ കണ്ടിട്ട്. നീ എന്താ ഇവിടെ? ഇവിടെയാണ് എന്റെ ഹസ്ബൻഡിന്റെ വീട്. ഞാൻ നിന്നെ ഒത്തിരി തവണ കല്യാണം വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അവസാനം നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു അവരും ആരുമായിട്ട് നീ കോണ്ടാക്ട് ചെയ്യില്ല എന്ന്. അത് കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല. അത് കാരണം ആരുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഡിഗ്രിക്ക് നമ്മുടെ ബാച്ചിൽ നിന്റെ അല്ലായിരുന്നോ ഫസ്റ്റ് കല്യാണം? നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ പഠിത്തമൊന്നും അങ്ങനെ നടന്നില്ല. നീ ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ എന്ത്? നല്ല ക്യാഷ് ടീമല്ലേ കെട്ടിക്കൊണ്ട് പോയത്. പിന്നെ വേറെ എന്താ പ്രശ്നം? എന്റെ കാര്യം അങ്ങനെയൊന്നും അല്ലടി. കഷ്ടപ്പെട്ട് പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. ഹസ്ബൻഡ് എന്താണ്? മാനും ഗൾഫിലാണ്. ഇപ്പൊ കല്യാണത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് 1 മാസത്തെ ലീവ് എടുത്തിട്ട് വന്നു. അടുത്ത മാസം പോവും. അപ്പൊ നീയും കൂടെ പോവും? അങ്ങനെയല്ലടാ, സാലറി ഒന്നും ചേട്ടനത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ പോയിട്ട് ഒന്നും കൂടെ വേറൊരു ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോകും. നീ എന്തായാലും പെട്ടെന്ന് ഹസ്ബൻഡ് കൂടെ പോകാൻ നോക്കട്ടോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കഴിയേണ്ടി വരും. ഞാൻ മനുവിനോട് പറഞ്ഞതാടി, നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും അടുത്തെങ്കിലും കാണുമല്ലോ. പിന്നെ മനുവിൻ്റെ അച്ഛന് ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. അതൊക്കെ നിന്റെ തോന്നലാക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഇല്ലാണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയണതിൻ്റെ സങ്കടമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും എന്താ പറയുന്നത്, പട്ടിയുടെ വില ഉണ്ടാവുള്ളൂ നമുക്ക്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ സത്യ പറഞ്ഞത്. നമുക്കൊരു സാനിറ്ററി പാഡ് വേണമെങ്കിൽ പോലും അവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും. ശരിക്കും അവർ തരുന്ന ഭിക്ഷയാണ് നമ്മുടെ ജീവിതം. നീ ഓക്കെ അല്ലേ സിനി? എനിക്കെന്താ, ഞാൻ ഓക്കെ. നീ എന്നെ ഒന്ന് വിഷ് ചെയ്യോ? ഇന്ന് എൻ്റെ ബർത്ത്ഡേയാ. ആഹാ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പം എൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷമൊക്കെ ആയിരിക്കുമല്ലോ. എന്താ ആഘോഷം? ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും അവിടെ ആർക്കും അറിയില്ല. പിന്നെയല്ലേ ബർത്ത്ഡേ ആഘോഷം. എനിക്ക് ആ ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്തുകൂടായിരുന്നു സിനി. എന്തേലും ഒരു ജോലി നമുക്ക് നോക്കാമായിരുന്നല്ലോ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം എൻ്റെ വിധിയാണ്. സിനി, നമ്മളെ കാര്യം നോക്കാനും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. ഏത് സമയം വിധി വിധി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ അതിനേ സമയം വരുള്ളൂ. ആ വിധി മാറ്റി എഴുതേണ്ടത് നമ്മളല്ലേ. അത് നമുക്കല്ലേ സാധിക്കൂ. ഞാനിപ്പോൾ പോട്ടെ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറേ പണിയുണ്ട്. എന്തായാലും ആദ്യമായിട്ട് നമ്മൾ കുറേ നാളിന് ശേഷം കണ്ടേല്ലേ. നമുക്ക് കുറച്ച് നേരം ആ പാർക്കിലൊക്കെ പോരുന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോവാടേ. അയ്യോ, എനിക്ക് വീട്ടിൽ പോകണം, കുറേ പണിയുണ്ട് വീട്ടിൽ. അതൊക്കെ ഇപ്പം എന്നും ചെയ്യുന്നേല്ലേ, ഒരു 5 മിനിറ്റ് സമയം അത് കഴിഞ്ഞ് നമുക്ക് പോവാം. ബാ, നീ വന്നേ, ബാ, നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാം. നിന്റെ സ്വഭാവത്തിനൊന്നും ഒട്ടും മാറ്റമില്ലല്ലോ. പറയുന്ന ആൾക്ക് പിന്നെ ഭയങ്കര മാറ്റമാണ്. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ സ്വഭാവം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നമ്മളായിട്ടൊന്നും മാറ്റണ്ട, ചെന്ന് കയറുന്ന വീട്ടുകാരായിട്ട് അങ്ങ് മാറ്റിയെടുത്തോളൂ. കല്യാണ സമയത്ത് പുള്ളിക്കാരൻ ഗൾഫിലും മറ്റും അല്ലായിരുന്നു അവിടെ? ഗൾഫിൽ പോയിരുന്നു, അത് വിസിറ്റിംഗ് വിസയിലാണ് പോയത്. ആൾക്ക് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ കല്യാണ സമയത്ത് ചെക്കൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടി മാത്രം ഗൾഫിൽ പോയത്. പുള്ളിക്കാരന് നിന്നോട് അത്ര സ്നേഹമല്ലേ? സ്നേഹം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല. ആ വീട്ടിൽ ആർക്കും ആരോട് സ്നേഹമൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയ സന്തോഷം തന്നെ കണ്ടെത്തുന്നു. പിന്നെ സത്യം പറയാലോ, ആള് കള്ളു കുടിക്കാതെ സ്വഭാവത്തോടെ ഇരിക്കുന്നത് തന്നെ വളരെ ചുരുക്കം. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അച്ഛനാ. അച്ഛനും അമ്മയും പറയുന്നത് പോലും ആള് കേൾക്കാറില്ല. അതിന്റെ ദേഷ്യവും കൂടി എന്നോട് കാണിക്കും. പിന്നെ അമ്മയാണെങ്കിൽ എന്തിനും ഇതിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് വഴക്ക് പറഞ്ഞോണ്ടിരിക്കും. നീ എന്തിനാണ് ഇത്രയൊക്കെ സഹിച്ച് അവിടെ പിന്നെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എവിടെ പോവാനാ? എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാലോ. അതുകൊണ്ട് ഞാൻ എന്തും സഹിച്ചും ക്ഷമിച്ചും വീട്ടുകാരെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് കഴിയുക. നീ വിഷമിക്കേണ്ട, ഒറ്റയ്ക്കാണെന്നൊരു തോന്നലേ വേണ്ട. ഇനി നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്കായതാ. ആദ്യമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അതങ്ങോട്ട് ശീലായി.
ഈ സങ്കടവും വിഷമവും ഒക്കെ മനസ്സിൽ അടക്കി പിടിച്ച് ശരിക്കും ഇപ്പൊ മനസ്സൊരു കല്ല് പോലെയായി. ആരെന്ത് പറഞ്ഞാലും ശരിക്കൊരു മരവിച്ച അവസ്ഥയപ്പോ. ഞാനെന്നാ പോട്ടെ. ഇനി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്തായാലും വഴക്കുണ്ടാക്കും. എന്താടി സിനി, നിന്നെ അവിടെ ജയിലിലും മറ്റാണോ ഇട്ടേക്കുന്നേ? ശരിക്കും പറഞ്ഞാൽ അതൊരു ജയിൽ തന്നെയാ. അല്ലെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ വലിയ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് പൊന്നുപോലെ നോക്കാനൊന്നുമല്ല. അവർക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, ശരിക്കും ഒരു അടിമയാണ്. അവരെന്ത് പറഞ്ഞാലും വഴക്കിട്ടാലും അടിച്ചാലും തൊഴിച്ചാലും ഒക്കെ സഹിച്ച് കാൽ കീഴ് കിടക്കുന്ന ശരിക്കും ഒരു അടിമ. പിന്നെ വലിയ വീട്ടിലെ പയ്യൻ വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ ഒന്നും നോക്കാതെ വലിയ വീട്ടിലെ പയ്യനാണല്ലോ, സ്വത്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു. സ്വത്തിലല്ലല്ലോ ഈ കാര്യം. നിറയെ സ്വത്തുണ്ടായിട്ടും കെട്ടിച്ചു വിട്ടവൻ കൊള്ളില്ലെങ്കിൽ പോയില്ലേടി ലൈഫ്. പോയില്ലെന്നല്ല, പോയി. നമ്മുടെ വീട്ടുകാർ നമ്മുടെ സന്തോഷത്താണെന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ കാരണം അനുഭവിക്കുന്നത് നമ്മളാണ്. ദാരിദ്ര്യമാണെങ്കിലും നമ്മളെ പൊന്നു പോലും നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തന്നെയാ സന്തോഷം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇത് നീ രാവിലെ കഴിയിട്ട മുണ്ടാണോ? ഇതിന്റെ അടിവശം മൊത്തം ചെളിയാണല്ലേ? ഞാൻ നന്നായിട്ട് അലക്കിയത് അമ്മ കല്ലിട്ടിട്ട് ഇത്ര അഴുക്കേ പോകുന്നുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇതൊന്നുകൂടി വാഷിംഗ് മെഷീനിട്ട് അലക്കാം. വാഷിംഗ് മെഷീനോ? കല്ലിലിട്ട് അലക്കിയാൽ മതി. വാഷിംഗ് മെഷീൻ അലക്കുന്നതേ അച്ഛന് ഇഷ്ടമല്ല. എന്നാ കല്ലിട്ട് അലക്കിയാൽ മതി. ഓ, പറച്ചില് കേട്ടാത്തൊന്നും വാഷിംഗ് മെഷീനും വേലക്കാരികളെ വീട്ടിൽ നിന്ന് വന്നയാണെന്ന്. ഞാൻ ഇതൊന്നുകൂടി അലക്കാം. ഓ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ല, എന്നിട്ട് അവിടെ ഒരു വാഷിംഗ് മെഷീൻ. ഇത് ചായ അതാ വരുന്നു. എന്താ എടി, കല്യാണം കഴിഞ്ഞ് എത്ര നാളായി? ഇതുവരെ നീ ഒരു ചായ ഇടാൻ പഠിച്ചില്ലേ? ഞാനെന്നാ ഒന്നുകൂടി ഇട്ടിട്ട് കൊണ്ടുവരാം. നീ വേണ്ട, അതിട്ടിരുന്നാലും ഇതുപോലെ തന്നെയല്ലേ ഇരിക്കണം. രാവിലത്തെ കാപ്പിയെങ്കിലും ഇത്തിരി വായിക്ക് വെക്കേണ്ട രീതിയിൽ ഉണ്ടാക്കും. ചേട്ടനിന്ന് ഓട്ടോ ഉണ്ടോ ആയിട്ട്? നീ എന്നും ഓട്ടോ അറേഞ്ച് ചെയ്ത് തരണേ എനിക്ക്. അല്ല, ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് പുറത്ത് പോവാന്ന് വൈകിട്ട്. കുറെ നാളായില്ലേ, ഇന്നെന്റെ പിറന്നാളും കൂടിയാണ്. അതിന് നീ രൂപ കെട്ടി വെച്ചിട്ടുണ്ടോ? ഒന്നും അറിയണ്ടല്ലോ, ഇങ്ങനെ വീട്ടിൽ ഇരുന്നങ്ങ് തിന്നോണ്ടിരുന്നാ പോരെ. കെട്ടി എഴുന്നള്ളിക്കൊണ്ട് പുറത്തോട്ട് പോകാനേ നീ പൈസ അടുക്കി വെച്ചിട്ടുണ്ടോ? എന്താ ഇവിടെ കാശിന്റെ കാര്യമൊക്കെ പറയുന്നത്? അതച്ഛാ, ഞാൻ വിചാരിച്ചു വൈകിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന്. ഇന്നെന്റെ പിറന്നാളാ. നിന്റെ പിറന്നാളാണെന്നൊരു അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കണം. അതൊന്നും വേണ്ട. അങ്ങനെ അനാപത്തി ചെലവഴിക്കാനൊന്നും ഈ കുടുംബത്തിൽ കാശില്ല. അതൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മതി. അച്ഛാ, ഇവക്കൊന്നും കാശുണ്ടാക്കണ പാടറിഞ്ഞൂടാ. 3 നേരം മൃഷ്ടാനം തിന്നെ അറിയാം വീട്ടിലിരുന്ന്. നീ മിണ്ടരുത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെന്ന് കരുതി എന്തെല്ലാം കോഴ്സിന് കൂട്ടി ചേർത്തു. എന്നിട്ട് അതെല്ലാം പകുതി കിട്ടി നിർത്തി. കല്യാണം കഴിച്ചാലെങ്കിൽ രക്ഷപ്പെടുമെന്ന് കരുതി. എന്നിട്ട് എന്തായി? ഒരു ടാക്സിയെങ്കിലും ഓടിച്ച് രക്ഷപ്പെട്ടെന്ന് കരുതിയാണ് ഒരു കാർ എടുത്ത് തന്നെ. എന്നിട്ട് മൂക്കറ്റം മദ്യപിച്ച് നടക്കുന്നതല്ല. നിന്നെ കൊണ്ട് എന്ത് പ്രയോജനോടാ ഉള്ളത്? എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങൾ തന്നെയാ.
ഞാൻ എത്ര നാളായിട്ട് കുറച്ച് കാശിന് ചോദിക്കണം ഒരു ബിസിനസ് തുടങ്ങാൻ, നിങ്ങൾ തന്നാ? 10 പൈസ തരില്ല നിനക്ക്. കൊച്ചെ, മുടിപ്പിക്കാൻ അവൻ ഒരുത്തനുണ്ട് ഇവിടെ. ഇനി നീ ഇവിടെ തുടങ്ങിയാലുണ്ടല്ലോ, മോനും മരുമോട് വന്നൊന്നും വിചാരിക്കത്തില്ല. ഞാൻ എല്ലാത്തിനും അടിച്ചിറക്കി വിടും. ഞാൻ പറഞ്ഞേക്കാം. ചായ കുടിച്ചില്ല. ചേച്ചി, മനുവോ, നീ എന്താ വിളിക്കാതെ ഇവിടെ? അമ്പലത്തില് അമ്മ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ബർത്ത്ഡേ ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതെന്താ? ഇത് 2 ടോപ്പാ ചേച്ചിക്ക് വാങ്ങിച്ചതാ. നിനക്കിതിനുള്ള കാശൊക്കെ എവിടെ നിട്ടി? അമ്മ പോക്കറ്റ് മണിയായിട്ട് കുറച്ച് പൈസ തന്നായിരുന്നു, അതിൽ നിന്ന് മാറ്റി വെച്ച് വാങ്ങിച്ചതാ. പിന്നെ ചേച്ചി എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞാൽ ചേച്ചിയുടെ കഷ്ടപ്പെടെല്ലാം മാറും. നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാം. അതൊന്നും വേണ്ട മനു, അതെന്റെ ആഗ്രഹം എനിക്കങ്ങ് പോയി. നീ എത്ര നേരമായി ഇവിടെ കാറും തൊഴുത്ത് തുടച്ച് നിൽക്കുന്നത്? നീ അച്ഛന് കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? ഇല്ലമ്മ, ഞാൻ ആ മനു, നീ എപ്പം വന്നടാ? ഇപ്പൊ വന്നേ ഉള്ളൂ. നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? സ്റ്റഡിയിൽ പോയപ്പോ. ആ, ഇതെന്തോ കയ്യില്? ഇന്നെന്റെ പിറന്നാൾ വേണ്ട അമ്മ വഴിപാട് കഴിച്ചെന്റെ പൈസ. ഓ, എനിക്കങ്ങ് വേണ്ട, ഒന്നാതെ ഷുഗറാ. കയ്യിലെന്തോ കവറില്? ഇത് എനിക്ക് ഇവൻ 2 ടോപ്പ് വാങ്ങിക്കൊണ്ടു വന്നു. നോക്കട്ടെ. ഇതെന്തുവോ പഴംതുണി പോലെ ഇരിക്കുന്നല്ലോടാ. നമ്മള് പാവപ്പെട്ട നമുക്ക് ഇന്നുള്ള ഗതിയുള്ളൂ. മാമിക്ക് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്തൂടെ മരുമകൾക്ക് വില കൂടിയത്? ഓ, ആ, നീ അച്ഛന് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെക്ക്. ആ, ഞാൻ വരാമോ? ആ, ശരി. ഇതെന്താ തള്ളേടി? നീ അതൊന്നും കാര്യാക്കണ്ട. വാ, നീ ഇതെങ്ങനെ ഇവിടെ പിടിച്ചിരിക്കണേ? ഒരു ഓളത്തിലങ്ങ് പോവാ. എത്ര ദൂരം പോകും നമുക്ക് നോക്കാം. പിന്നെ അളിയൻ എവിടെ? ഓട്ടത്തിന് പോയാ? ഇല്ല, ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ പോയിരിക്കാം. നീ വാ, ഞാൻ കഴിക്കണം എന്തെങ്കിലും എടുക്കാം. ജ്യൂസ് കുടിക്കും. ഞാൻ അച്ഛന് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കായിരുന്നു, അതാ ലേറ്റായി. നീരുന്ന് മുഷിഞ്ഞോ? ഇയാൾ ഈ ചൂട് സമയത്തും ചൂടുവെള്ളത്തിലേക്ക് കുളിക്കുള്ളൂ. അത് ഓരോരുത്തരുടെ ശീലമല്ലേടാ. ചേച്ചി നീ വീട്ടിലെല്ലാം ജോലിയും ചെയ്യണം. ചേച്ചി വേലക്കാരിയെ പോലെ കാണണം. വേലക്കാരിയുടെ സ്ഥാനം ഉണ്ടോന്ന് തന്നെ എനിക്കറിയില്ല മനു. എന്നെ ഇവിടെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുപിടിക്കില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വേണം. ഈ സിങ്കിലെ പാത്രമല്ലേ കഴുകി വെച്ചേ? ആ അമ്മ, കഴുകി വെച്ചോളാം. ഇതേ കണ്ടില്ലേ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എന്തിനാ ചേച്ചി സ്വന്തം ജീവിതം ഇങ്ങനെ ആർക്ക് വേണ്ടി കളയണം? നീ ഇവിടെ ഒട്ടും ഹാപ്പി ഇല്ലെന്ന് എനിക്കറിയാം. എല്ലാം കളഞ്ഞിട്ട് വരാൻ പറ്റുമോ മനു? വന്നു കഴിഞ്ഞ് എൻ്റെ കാര്യം ആര് നോക്കും? എനിക്ക് ആര് ചെലവിന് തരും? കുറച്ച് നാൾ നിങ്ങൾ നോക്കുമായിരിക്കും, അത് കഴിഞ്ഞ് ഞാനൊരു ബാധ്യതയാവും. ചേച്ചി ഒന്ന് പഠിക്കണം. പഠിക്കാൻ നീ അതൊക്കെ വിട്. വെച്ചു വേണ്ട, വെക്കേ. ഇല്ല, എന്റെ സന്തോഷത്തിന് വെക്കും. ഇല്ല, ആവശ്യമില്ല. നീ നാളെ ഹോസ്റ്റലിൽ പോവല്ലേ? നീ ഇത് വെക്ക്. എൻ്റെ കയ്യിൽ ഇത്രേ തരാനുള്ളൂ. ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് സങ്കടം. മാമനും മാമിയൊക്കെ എവിടെ? അവര് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം അവരോട്. ഇന്ന് ശരി ചേച്ചി, ഞാൻ ഇറങ്ങാം. ശരി ചേച്ചി, ഞാൻ ഇറങ്ങാം. ശരി, അളിനോട് പറഞ്ഞേ. പറയാൻ പറ. ചേച്ചി ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആലോചിക്കുക ചേച്ചി. അതിനെ ആലോചിക്കൊന്നുമില്ലടാ. എനിക്ക് ഈ ജന്മത്തിൽ വീട്ടിൽ നിന്ന് മോശം കിട്ടുമെന്ന് തോന്നുന്നില്ല. ചേച്ചി ചില തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് എടുക്കേണ്ട സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം തന്നെ മാറി. നീ എന്താടാ വലിയ വർത്താനൊക്കെ പറയുന്നു? മെച്യൂരിറ്റി. ചേച്ചി എന്തായാലും ആലോചിക്കുക. ശരി ചേച്ചി. ശരി. ബൈ.
നിന്റെ കയ്യിൽ ഇത്രയും പൈസ അവന് കൊടുക്കാന്? ദേ ഞാൻ നോക്കുമ്പോഴേ ഇവള് പൈസ ചുരുട്ടി പിടിച്ച് അവരുടെ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നു. വെച്ചോ വെച്ചോ പറഞ്ഞുകൊണ്ട് അതെ കളിന്ന് പരുങ്ങുന്നത് കണ്ടോ? ഓഹോ, അപ്പൊ എന്റെ പേഴ്സിൽ നിന്ന് പൈസ കാണാതെ പോകുന്നത് എവിടെടുക്കുന്നതായിരുന്നില്ലേ? എവിടുന്നാണ് നീ ഈ കള്ളത്തരമൊക്കെ പഠിച്ചത്? എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയാന്നോ അതോ പാരമ്പര്യമായിട്ട് കിട്ടിയാന്നോ? അച്ഛാ, ഇനി എന്റെ കുടുംബത്തിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ഇത്രയും നാളെ ഞാൻ കേട്ടെന്ന് പോലെ ഇനി കേട്ട് നിൽക്കണമെന്നൊന്നുമില്ല. ഞാൻ പ്രതികരിക്കും. നീ പ്രതികരിക്കുന്നോ? നീ എന്തോ പറഞ്ഞേ? നിന്റെ അച്ഛനെ അടിക്കോ? അമ്മ മിണ്ടരുത്. ഇത് ഞാൻ എൻ്റെ അമ്മ പലപ്പോഴായിട്ട് തന്ന പൈസ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ അവന് കൊടുത്തത്. അല്ല, ഞാൻ ആരുടെയും കട്ടതൊന്നുമല്ല. മൂട്ടിക്കുന്ന മൊത്തം ഈ അമ്മയാ. അയ്യോ, ഇവള് കള്ളത്തരം പറയുന്നുണ്ടോ? നീ മുട്ടിഞ്ഞു പോടി, നിന്റെ തല ഇടിച്ചു വീഴും. ഇവള് കട്ടുമോട്ടിച്ച് നിന്റെ കുടുംബക്കാർക്ക് കൊണ്ടുവന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് ഇവള്. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ അരിപാത്രത്തിൽ പോയി നോക്ക്. എനിക്ക് മതിയായി അച്ഛ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാ. എന്റെ നല്ല പ്രായം മുഴുവനും ഞാൻ ഇവിടെ തീർത്തു. എന്നെ എന്റെ വീട്ടുകാരും വെറും പട്ടികളെ പോലെയല്ലേ നിങ്ങൾ കാണുന്നത്? ഞാനിവിടെ എത്ര നാളെ നരകിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ നല്ല പ്രായം മുഴുവൻ ഇവിടെ നീറി കഴിഞ്ഞു. കള്ളൂടനായ ഭർത്താവിന് നിങ്ങളെയൊക്കെ സഹിച്ചിട്ട് ഒരു വാക്ക് പോലും ഞാൻ തിരിച്ചു പറയാതല്ലേ ഇത്ര നാളും ജീവിച്ചത്. വയ്യ എനിക്ക്. അടിമയെ പോലെ കഴിയുന്നത്. മതിയടി, നിർത്ത്. എന്നുപോലാണ് നിനക്ക് എന്റെ മുമ്പിൽ ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ ധൈര്യം വന്ന്? 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നതാ ഞാനിവിടെ. അന്ന് മുതൽ ഒരു 30 വയസ്സിലെ സ്ത്രീയെ പോലെ നിങ്ങൾ എന്നോട് പെരുമാറിയത്. പിടിച്ചു നിൽക്കാനുള്ള ഓട്ടത്തിൽ ധൈര്യം വന്നു പോയതായിരിക്കും. ഇതാ പണ്ടുള്ളവർ പറയുന്നത്, തരത്തിലുള്ള ബന്ധമേ പാടുള്ളത്. പാവപ്പെട്ട വീട്ടിലെ അമ്മഞ്ഞോട് കെട്ടിക്കൊണ്ട് വന്നതാ. ഇപ്പോഴല്ലേ അവിടെ തനിക്കൊണ അറിഞ്ഞത്. ഇക്കണക്കിന് എവക്ക് വല്ല ജോലിയും കൂടെ ഉണ്ടായിരുന്നില്ലേ എവിടെ നമ്മുടെ തലേ കയറിയിരുന്ന് മേഞ്ഞേനെ. സത്യം. ജോലിയും വരുമാനം ഇല്ലാത്ത എന്റെ തോൽവിന്ന് എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുക. ഞാൻ പഠിക്കാൻ പോവാ. പഠിക്കാന് അതിന് കാശാര് തരും? നിങ്ങൾ തരും. വെറുതെ ഒന്നും വേണ്ട. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ശമ്പളമായിട്ട് കൂട്ടിയാൽ മതി. ഒരു ജോലിക്കാരി നിർത്തണമെങ്കിലും ശമ്പളം കൊടുക്കണമല്ലോ. അമ്മയ്ക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നില്ല. അച്ഛനെങ്കിലും മനസ്സിലാക്കണം. എന്നെ ഒരു മോളായിട്ടും മരുമോളായിട്ടും ഒന്നും നിങ്ങൾ കാണണ്ട. ഒരു മനുഷ്യ ജീവിയായിട്ടെങ്കിലും കണ്ടൂടെ? മോളെ, മോക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ മോള് പഠിച്ചു. മോള് പറഞ്ഞതാ ശരി. അച്ഛനെല്ലാം മനസ്സിലായി. എന്നോടിങ്ങനെ മറ്റുള്ളവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല. മോൾ എന്തു വേണമെങ്കിലും പഠിച്ചു, ഏത് കോഴ്സ് വേണമെങ്കിലും എടുത്ത് പഠിച്ചു. ഞാൻ പഠിപ്പിക്കുന്നില്ല. അവനിതറിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി. പക്ഷെ അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അച്ഛ. എന്റെ പിറന്നാളിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയത്. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാനാണ് മോളെ അച്ഛൻ ഇഷ്ടം. അടിമയെ പോലെ നിന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ നിൽക്കാനേ കഴിയത്തുള്ളൂ. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ജീവിതത്തെ ചിലപ്പോൾ ഒറ്റ തീരുമാനം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും.